ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനു ശിവരഞ്ജനിയുടെ കൂടെ നിന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് സുഹാസിനിക്കൊന്നും ഇഷ്ടമാവത്തില്ല. സുഹാസിനി അവരുടെ വീട്ടിൽ ഭർത്താവിനോടും മക്കളോടും ഒക്കെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. സുഹാസിനിയുടെ മോൻ പറയുന്നുണ്ട്, ഞാൻ താമസിച്ചോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ രക്ഷിച്ചാൽ മതിയായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം നമ്മളോടുണ്ടായതിനെ സിമ്പതി എന്നൊക്കെ. ശിവരഞ്ജനിയുടെ മോൾ അവിടുന്ന് പോയി കഴിയുമ്പോഴത്തേക്കും സുഹാസിനി പറയുന്നുണ്ട്, മീനു ശിവരഞ്ജനിയുടെ മകളാണെന്നാ പറഞ്ഞേക്കുന്നത്. ശരിക്കും ഇനി ശിവരഞ്ജനിയുടെ മോള് തന്നെ ആയിരിക്കുമോ? 25 വർഷം മുന്നേ നമ്മൾ കൊല്ലാൻ ഏൽപ്പിച്ച കൊച്ചാണോ അതാണോ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒരുപോലെ വന്നത്? അവരാകെ കൺഫ്യൂഷനിലാണ്. പിന്നീട് കാണിക്കുന്നത് നാരായണൻ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും പാർവതി ചോദിക്കും, മീനു എന്തിയെന്ന്. നാരായണൻ പറയും, മീനു ഹോസ്പിറ്റലിലേക്ക് പോയി ശിവരഞ്ജനി മേഡത്തിനെ കാണാനെന്ന്. അത് കേൾക്കുമ്പോൾ പാർവതിക്ക് ഇഷ്ടമാവത്തില്ല. മീനു പാർവതിയുടെ മകളല്ല എന്നറിയുന്ന ഗൈനക്കോളജിസ്റ്റ് ലക്ഷ്മിയുള്ള ഹോസ്പിറ്റലിലേക്കാണ് മീനു പോയെന്നറിയുമ്പോഴത്തേക്കും പാർവതിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. ലക്ഷ്മി പറഞ്ഞ് മീനു സത്യങ്ങളെല്ലാം അറിയുമോ എന്നോർത്തിട്ട്. പിന്നീട് കാണിക്കുന്നത് പാർവതി സ്വപ്നം കാണുന്നതാണ്. ലക്ഷ്മി ശിവരഞ്ജനിയോടും മീനുവിനോടും പറയുന്നത് ശിവരഞ്ജനി പ്രസവിച്ച അവരുടെ സ്വന്തം മകളാണ് മീനു എന്ന്. ആ സ്വപ്നം കണ്ട് പാർവതി ആകെ അസ്വസ്ഥയാവുന്നുണ്ട്. അവർ ഭർത്താവിനോട് വന്ന് ആ കാര്യം പറയുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് പാർവതി മീനുവിനെ ഫോൺ ചെയ്യുക. മീനു അന്നേരം വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് പറയും. പാർവതി പറയും, നീ എന്നോട് പറയാതെ അവിടെ പോയത്, ഇനി എന്നോട് ഒന്നും പറഞ്ഞു വരുന്നില്ലെന്ന്. മീനു പറയും, എൻ്റെ അമ്മയെ ഞാൻ വരുന്ന വഴിക്കൊന്ന് കയറിയെന്നേ ഉള്ളൂ, ഇനി എന്തായാലും ഞാൻ അവരെ കാണാൻ പോകുന്നില്ല എന്ന്. പാർവതി ചോദിക്കും, നീ ആ ലക്ഷ്മി ഡോക്ടറെ കണ്ടായിരുന്നോ, അവരവിടെ അല്ലേന്ന്. മീനു പറയും, അതിനവർ ഗൈനക്കോളജിസ്റ്റ് അല്ലേ, എനിക്ക് അവരെ കണ്ട ആവശ്യം വരുന്നില്ലല്ലോ എന്ന്. അത് കേൾക്കുമ്പോൾ പാർവതിക്ക് സമാധാനമാവും. പെൺകുട്ടികളെ പ്രണയം നടിച്ച് വരുതിയിലാക്കി അവരുടെ നിന്ന് സ്വർണ്ണവും പണമൊക്കെ തട്ടിയെടുക്കുന്ന ഒരാളെ മീനു ഒരിക്കൽ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ ഒരിക്കലും മീനുവിനെ കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ട്. വീണ്ടും മീനുവിനെ കാണുമ്പോഴത്തേക്കും അയാൾ കൂട്ടുകാരനോട് പറയും, അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, അവൾ കാരണം എനിക്കന്ന് ആ പെണ്ണിനെ മിസ്സായതെന്ന്. അന്നേരം കൂട്ടുകാരൻ പറയും, അത് മീനു അല്ലേ, മീനൂസ് കിച്ചൺ, അവളും ഒരുത്തനും കൂടെ ഒരു ഫുഡ് ട്രക്ക് നടത്തുന്നുണ്ട്, നൈറ്റ് കട. എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേനും കൂട്ടുകാരൻ പറയും, ആ ബീച്ചിനടുത്ത്. അന്നേരം അവൻ പറയും, അത് കൊള്ളാലോ, രാത്രിയാകുമ്പോൾ പണി എളുപ്പമാവും, അവളുടെ ഫുഡ് ട്രക്ക് ഇന്ന് ഞാൻ പൂട്ടിക്കും. പിന്നീട് കാണിക്കുന്നത് ശിവരഞ്ജനി വീട്ടിൽ വന്നിട്ട് സുഹാസിനോടും ഭർത്താവിനോടും ഒക്കെ സംസാരിക്കുന്നതാണ്. ശിവരഞ്ജനി പറയുന്നുണ്ട്, മീനൂസ് കിച്ചൺ ഇന്നലെ വരെ നമ്മുടെ എതിരാളിയായിരുന്നു, പക്ഷേ ഇന്ന് മുതൽ അങ്ങനെയല്ല, മീനു നമ്മുടെ ശിവപൂർണയിലെ ഒരു അംഗം തന്നെയാണ്. ആ കുട്ടി കാരണമാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ ഇവിടെ നിൽക്കുന്നത്. അതൊന്നും സുഹാസിനിക്ക് തീരെ ഇഷ്ടാവില്ല. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ സുഹാസിനി ഭർത്താവും കൂടെ സംസാരിക്കുന്നതാണ്. അവർക്ക് നല്ല സംശയമുണ്ട്, മീനു ശിവരഞ്ജനിയുടെ മകള് തന്നെയാണോ എന്ന്. അത് കണ്ടെത്താൻ അവർ ശ്രമിക്കുകയാണ്. സുഹാസിനി പറയുന്നുണ്ട്, ആദ്യം അവളുടെ ശത്രുക്കൾ ആരാന്നറിയണം, അതിൽ നല്ലൊരുത്തനെ നമ്മുടെ കൂടെ കൂട്ടണമെന്ന്. പിന്നീട് കാണിക്കുന്നത് രാത്രി ഫുഡ് ട്രക്കിൻ്റെ അടുത്ത് അവന്മാർ ചെല്ലുന്നതാണ്. അവരുടെ അടുത്ത് നാരായണൻ ചെന്ന് ചോദിക്കും, എന്താ വേണ്ടത്? 2 ബ്ലാക്ക് ടീ എന്ന് പറയുമ്പോഴത്തേക്ക് നാരായണൻ പറയും, ചേട്ടാ ഞങ്ങളുടെ സ്പെഷ്യൽ മിലിറ്ററി ടീ ഉണ്ട്. അന്നേരം അവൻ ദേഷ്യപ്പെടും, ചോദിച്ചെടുക്കടാ അവൻ്റെ ഒരു മിലിറ്ററി ടീ. ചോറ് ചേട്ടാന്ന് പറഞ്ഞാൽ നാരായണൻ അവിടെ നിന്ന് പോകും. അന്നേരം മറ്റവൻ കൂട്ടുകാരൻ്റെ കയ്യിൽ ഒരു സാധനം കൊടുത്തിട്ട് പറയും, ഇതാ ട്രക്കിൽ കൊണ്ടുപോയി വെക്ക്, ആരും ഇത് കാണരുത്. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നാരായണൻ പറയും, സാറിന് ബ്ലാക്ക് ടീ ഇപ്പം തരാം. അപ്പോൾ അയാൾ പറയും, ഒരു ദോശയും കൂടി വേണമെന്ന്. ഇപ്പം തരാമെന്ന് പറയും. വേറൊരാൾ വന്ന് പറയും, സാറെ കസേര ഒഴിയാൻ കുറച്ച് സമയം എടുക്കും, സാർ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനെന്താ വെയിറ്റ് ചെയ്യാമെന്ന് പറയും. അവൻ പതിയെ ഫുഡ് ട്രക്കിൻ്റെ പുറകിലേക്ക് വരുമ്പോൾ ഒരാൾ വന്ന് പറയും, സാറെ സീറ്റ് റെഡി ആയിട്ടുണ്ടെന്ന്. അവൻ പറയും, ഞാൻ ഇപ്പം വന്നേക്കാം. എന്നിട്ട് ആരും കാണാതെ അവൻ ആ പൊതി വണ്ടിയിലേക്ക് വെക്കും. പിന്നീട് കാണിക്കുന്നത് പോലീസ് നൈറ്റ് പട്രോളിങ്ങിന് നിൽക്കുമ്പോൾ ഒരു കോള് വരുന്നതാണ്. അവൻ പറയും, സാറേ ഇവിടെ ആറാട്ടുകടവിൽ മീനൂസ് കിച്ചൺ എന്ന പേരിൽ ഒരു ഫുഡ് ട്രക്ക് ഉണ്ട്. അതിനെന്താന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോൾ അവൻ പറയും, അവിടെ എപ്പോഴും നല്ല തിരക്കാ സാറേ, ഇവിടുത്തെ ഫുഡിനോട് എന്തോ അഡിക്ഷൻ ഉള്ള പോലെയാ, ഫുഡിൽ ഇവർ ഡ്രഗ്സ് ചേർക്കുന്നുണ്ട് സാറേ, ആ ഫുഡ് കഴിക്കാൻ വേണ്ടി ന്യൂജൻ പിള്ളേർ തിക്കും തിരക്കും കൂട്ടുക. സാർ ഇപ്പം വന്ന് റെഡി ചെയ്താൽ കൈയോടെ പൊക്കാം. നിങ്ങളാരാ, എന്താ പേരെന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോഴത്തേക്കും അവൻ ഫോൺ കട്ട് ചെയ്യും. പോലീസുകാർ വണ്ടി അങ്ങോട്ട് വിടുന്നത് കാണിക്കും. പിന്നീട് കാണിക്കുന്നത് പാർവതി മീനുവിനെയൊക്കെ കാണാതെ ടെൻഷനോടെ നിൽക്കുവാണ്. പാർവതി മീനുവിനെ ഫോൺ ചെയ്യും. പാർവതി ചോദിക്കും, നേരെ എത്രയായി, ഇതുവരെ കട പൂട്ടിയില്ലേ? മീനു പറയും, ഇവിടെ നല്ല തിരക്കാമ്മേ, കുറച്ച് കഴിയും. നാരായണൻ അന്നേരം ഫോൺ വാങ്ങും. അവൻ പറയും, ഹലോ അമ്മ, ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ, മീനുവിൻ്റെ കൂടെ ഞാനുണ്ടല്ലോ, ഒരു കുഴപ്പം കൂടാതെ വീട്ടിലെത്തിച്ചോളാം. ഈ സമയം അവന്മാരവിടെ മാറി നിൽപ്പുണ്ട്. അവർ പറയുന്നുണ്ട്, നല്ല കച്ചവടം നടക്കുന്ന സമയമാണ്, ഇപ്പോഴാണല്ലോ പണി കിട്ടേണ്ടത്, അവളുടെ ഈ സന്തോഷം വേഗം തന്നെ തീർന്നോളും. ഈ സമയം ഒരു കാറ് വരും. അതിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങി വന്ന് എന്താ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് ചോദിക്കും. മീനു അവിടുത്തെ ഉള്ളതൊക്കെ പറയും. അതിൽ നിന്ന് ചെമ്മീൻ പുട്ട് അവർ ഓർഡർ ചെയ്യും. അതായി കഴിയുമ്പോഴത്തേക്കും ആ ഡ്രൈവർ കാറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഡോറ് തുറന്ന് അകത്തിരിക്കുന്ന സ്ത്രീക്ക് അത് കൊടുക്കും. അവരത് കഴിക്കാൻ തുടങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.